നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, പ്രസാദ് എവിടെ? അഞ്ജലി മോളും വന്നില്ലല്ലോ ഈ കൂട്ടത്തില്. അവര് വരും, ഇത്തിരി തിരക്കാ. അത് കഴിയുമ്പോ അവരെത്തും. നീ എന്താടാ മോനെ മാറി നിൽക്കുന്നേ? വാ, ഇങ്ങ് അടുത്ത് വാ. ആദ്യമായിട്ട് വരുമല്ലേ ഈ വീട്ടില്, അതിന്റെ നാണോ? ഇത്തിരി കഴിഞ്ഞാ മാറിക്കോളും. അതെ അതെ, പിന്നെ അച്ഛന്റെ അമ്മയുടെ തോളിന്ന് ഇറങ്ങില്ല, അത് തീർച്ചയാ. അവൻ മാത്രമല്ലല്ലോ, നിങ്ങളും ആദ്യമായിട്ടല്ലേ വരുന്നേ. ഒരു നിമിഷം, അമ്മ ഇപ്പൊ വരാം. ദേ, അങ്ങോട്ട് പടിക്കെട്ടിലേക്ക് വന്ന് നിൽക്ക് നിങ്ങള്. കുഞ്ഞിച്ചി, ഇവിടെ എവിടെയോ അല്ലേ തൃപ്പങ്ങോട്ട് തറവാട്? നമ്മളെ ആരെങ്കിലും കാണുകയോ തിരിച്ചറിയോ ചെയ്താലോ? അതൊന്നും ഉണ്ടാവില്ലെന്നേ. വർഷം എത്രയും നമ്മൾ ഇവിടുന്ന് പോയിട്ട്. ആ കഥകൾ പോലും ആൾക്കാർ മറന്നു കാണും. അല്ല, ഇത് എന്തിനുള്ള പുറപ്പാടാ ശ്രീമതി? ആദ്യമായിട്ട് വരികയല്ലേ കുട്ടികള്, ദോഷമൊക്കെ മാറി ഐശ്വര്യമായിട്ട് വരട്ടെ എന്ന് കരുതി. അത് നന്നായി. വീട്ടില് വലതുകാല് വെച്ച് കയറുന്ന പെൺകുട്ടികളെ ആരതി ഒഴിഞ്ഞ് തന്നെയാ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ കത്തിച്ച നിലവിളക്ക് തന്നെയായിരുന്നു ഉത്തമം. അതൊക്കെ കല്യാണത്തിന് ശേഷം പെൺകുട്ടികൾ ഗൃഹപ്രവേശം നടത്തുമ്പോ ചെയ്യേണ്ട ചടങ്ങല്ലേ പുഷ്പ? ഇവരിപ്പോ അതിഥികളല്ലേ? അങ്ങനെ വെറും അതിഥികളല്ലല്ലോ. നമ്മുടെ തീരുമാനം. അല്ല, എന്താ ഒരു കുശുകുശുപ്പ്? ഏയ്, ഇവരൊക്കെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് എന്ന് പറയുകയായിരുന്നു മുരളി. ഞാനും അതാ ഉദ്ദേശിച്ചത്. ഇവരൊന്നും വെറും അതിഥികളല്ല, കുടുംബാംഗങ്ങളെ പോലുള്ള അതിഥികൾ എന്ന് വേണം പറയാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ച കാര്യം? അയ്യോ, ചതിക്കല്ലേ പൊന്നെ, നമ്മളിപ്പൊ തന്നെ തിരിച്ചു പോകേണ്ടി വരും. എന്നാ പറയണ്ട. ആ, രണ്ടാളും അടുത്തേക്ക് നിക്ക്. ഇതെന്താ നിങ്ങൾ കയറി നിന്നത്? അല്ല, ഞങ്ങൾക്കും വേണം അമ്മയുടെ ആരതി. അല്ലേ അനുഗ്രഹം? അല്ല, അമ്മയുടെ അനുഗ്രഹം അല്ലേ ആരതി? എല്ലാരെയും ഒഴിഞ്ഞു വിട്ടേക്കണേ ഉണ്ണിയമ്മ. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ടല്ലോ. അതെ അതെ, ഇതെല്ലാം ഒരു സങ്കല്പമല്ലേ. നടക്കട്ടെ കാര്യങ്ങള്. എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. അതോട് കയറിയാട്ടെ. എല്ലാരും വലതുകാല് വെച്ച് തന്നെ കേറിയാട്ടെ. മുരളി, അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. ഇനി അടുത്ത ചടങ്ങ് ഒരു കൂട്ട കലാശമാണ് ഇവിടെ. എന്തായാലും ഒരു അടിപൊളി ഉറപ്പാ. ഒന്നും ഇപ്പം വേണ്ട പുഷ്പൻ ചേട്ടാ, പറഞ്ഞില്ലേ, പ്രസാദ് ഏട്ടനും കൂടെ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചാലേ നമുക്കൊരു സ്ട്രോങ് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും. നോക്കട്ടെ. എനിക്ക് പണ്ടേ ഒരു സ്വഭാവ ദൂഷ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സത്യം വിളിച്ചു പറയും. ഇവിടെ അങ്ങനെ സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. നോക്കാം.
അങ്ങനെ വലിയൊരു മാമാങ്കം കഴിഞ്ഞു അല്ലേ? ശരിക്കും മടുത്തു ഇരുന്നിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോവാന്നുള്ളായിരുന്നു നാട്ടിലേക്ക്. അയ്യോ, ഇന്നിനി ഞാൻ ഒന്നിനുമില്ല. അത്രയ്ക്ക് വയ്യാതായി എനിക്ക്. അല്ലടോ, വെറുതെ വർത്താനം പറഞ്ഞ് വണ്ടി ഓടിച്ചു പോയാ നാളത്തെ ദിവസം ലാഭിക്കാം നമുക്ക്. അപ്പം അടുത്തു പറഞ്ഞതോ? അത് വെറുതെ ആണല്ലേ? ഹേയ്, അങ്ങനെയല്ല. കൂടെയുള്ള ആളൊന്ന് ഉത്സാഹിച്ചാൽ എത്ര മടുപ്പാണെങ്കിലും നമുക്കൊരു ഊർജം കിട്ടില്ലേ, ഒരു പോസിറ്റീവ് എനർജി. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നതേ നമുക്ക് ആ പൂജയ്ക്ക് പോണ്ടായിരുന്നോന്നാ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവിടെ ചെന്നപ്പോ മുതല് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി പോലെ. പക്ഷെ എനിക്ക് തോന്നിയില്ലല്ലോ. എനിക്ക് തോന്നി ആ വീട് തന്നെ നമുക്കെതിരെ എന്തോ ഒരു ഗൂഢാലോചന നടത്തുന്നത് പോലെ ഉണ്ടായിരുന്നു. വീട് ഗൂഢാലോചന നടത്തുകയോ? ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ അങ്ങനെ ഒരു ഡയലോഗ്. തമാശ അല്ല, സത്യം. അതിനുള്ളിലിരുന്ന് ആരോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. ആണോ? പക്ഷേ എനിക്ക് ആകെ ഒരു കുറ്റം തോന്നിയത് നാഥൻ സാറിന്റെ ആബ്സൻസ് മാത്ര. അവര് ക്ഷണിച്ച ഒരു ആവശ്യത്തിന് നമ്മൾ ചെന്നിട്ട് അവിടെ ജോലിക്കാരി മാത്രം നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. വേണ്ടപ്പെട്ട ആരും കാത്തിരിക്കാതെ അവഗണിച്ചൊരു ഫീൽ. ചിലപ്പോ അതായിരിക്കും തനിക്കും തോന്നിയൊരു നെഗറ്റീവ് എനർജി. ആണോ എന്തോ, എനിക്ക് തീർച്ചയില്ലതാണോന്ന്. എന്താ എന്തുപറ്റി? അതൊരു പല്ലിയല്ലേ? പല്ലിയാ? ചെറുപ്പം തൊട്ടേ എനിക്ക് പല്ലിയെ പേടിയാ. അതെ, ഒരു മിനിറ്റേ, താൻ അനങ്ങരുത്. എന്താ? താൻ അനങ്ങരുതെന്ന്. ഐ എം സോറി, കാല് സ്ലിപ്പായി പോയി. സത്യമായി സ്ലിപ്പായി പോയതാ. എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ദേ ഒന്നും വിചാരിക്കല്ലേ, എന്റെ അമ്മയാണ് സത്യം. ഒരു ദുരിതദേശമില്ലായിരുന്നു. പിന്നെ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എത്ര വീഴാൻ പോയാലും നമ്മൾ ആരുടെയും ദേഹത്ത് കയറി പിടിക്കില്ല. ഞാൻ ദേ പല്ലിയെ കണ്ടിട്ട് താൻ പേടിക്കണ്ടെന്ന് കരുതി തട്ടിക്കളെ നോക്കിയതാ. ഒരു വല്ലിയില്ല, വെറുതെ പറയരുത്. ദേ, തന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്, നോക്കിയാ മതി. ഹലോ. സോറി, ഞാൻ അറിയാതെ. അറിയാതെയോ? താനിത് മനഃപൂർവ്വം ചെയ്തല്ലേ എന്റെ ദേഹത്തോടാൻ? വെറുതെ ഓരോന്നും പറയല്ലേ, ഞാൻ പേടിച്ചിട്ടാ. അങ്ങനെ പേടിച്ചാലൊന്നും ആരും ആരുടെ ദേഹത്തൊന്നും കയറി പിടിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.